കുറച്ചധികം നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ പുഴയിലെത്തി. അപ്പോൾ നമുക്ക് 2 പേർക്കും, അതായത് എനിക്കും ഐശ്വര്യയ്ക്കും നീന്താൻ അറിയില്ല, എന്ന ഭാവനയ്ക്കറിയാം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് ആഴം ഉണ്ടോ എന്ന് നോക്കുകയാണ്, കുഴി വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണ്. കാരണം ഭാവന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങാനും നിങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ നീന്തി രക്ഷിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് അത്യാവശ്യം കുഴിയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് പേരാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവർ നിൽക്കുന്നിടത്തോട്ട് പോയി. അപ്പം ഞാനും ഭാവനയാണ് ആദ്യം ഇറങ്ങണത്. ഐശ്വര്യയ്ക്ക് പേടിയാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും പേടിയാണ്, പക്ഷേ ഞാനങ്ങ് ഇറങ്ങി. എനിക്കെന്തോ ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ലാസ്റ്റ് എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരെല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ മണലാണ്, പ്രശ്നമില്ലാന്ന്. അങ്ങനെ പേടിയായിട്ടുള്ള ഐശ്വര്യനെ ഞങ്ങൾ വലിച്ചിറക്കി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പേടിയൊക്കെ മാറി. ഞങ്ങളിങ്ങനെ കുറേ എൻജോയ് ചെയ്തു. അവിടെ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു 4 മണിക്ക് വന്നാൽ ഞങ്ങൾ 7 മണിയായപ്പോഴാണ് തിരിച്ച് കയറിയത്. തിരിച്ച് കയറിയപ്പോഴത്തേക്കും തണുത്ത് മരവിച്ചു. അപ്പോഴത്തേക്കും ഭാവനയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി.